കൊണ്ട് കാര്യമില്ല. മുസ്തൗജിബൽ ലിൽഉഖൂബതി, ആ നിസ്കാരം പ്രതിഫലത്തിന് കാരണമല്ല, ആ നിസ്കാരം ശിക്ഷക്കുള്ള മാർഗമാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കാത്തവർക്ക് വൈലെന്ന നരകമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്നവർക്ക് വൈലെന്ന നരകമുണ്ട്. നിസ്കരിക്കുന്നവർ തന്നെ നിസ്കാരത്തിന്റെ നിയമങ്ങൾ പാലിക്കാതെ നിസ്കരിക്കുന്നവരാണോ അവർക്ക് വൈലെന്ന നരകമുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ ഞങ്ങളെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ഇമാം സലാം വീട്ടിയാൽ എഴുന്നേറ്റ് ഓടുന്ന പതിവാണല്ലോ. വെള്ളിയാഴ്ച ദിവസം ഒരാഴ്ചയിൽ വരുന്ന നമ്മുടെ പെരുന്നാളാകുന്ന ദിവസമാണ്. വെള്ളിയാഴ്ച എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആഴ്ചയുടെ നേതാവല്ലേ വെള്ളിയാഴ്ച. ഉസ്താദ് ഒന്നാം ദുആ നടത്തുമ്പോൾ തന്നെ പള്ളി കാലിയാണ്. രണ്ടാമത്തെ ദുആ എന്ന ദുആ സലഫുസ് സാലിഹീങ്ങളായ മുൻഗാമികളായ നമ്മുടെ നേതൃത്വങ്ങളായിരുന്ന ഉസ്താദുമാർ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നത്. ഇവിടെ പള്ളി ഉണ്ടാക്കിയ, ഇവിടെ മദ്രസയുണ്ടാക്കിയ, ദീനീ പ്രവർത്തനത്തിന്റെ പദയോട്ടത്തിന് നേതൃത്വം നൽകിയ, അതിന് സഹായം നൽകിയ എത്രയോ ആലിമീങ്ങള്, എത്രയോ ഉമറാക്കള്, എത്രയോ ഉമ്മമാര് പള്ളിയുടെ പരിസരത്തുള്ള ഖബറുകളിൽ അന്തിയുറങ്ങുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാനാണ്, അവരെ ഖബറിൽ വെളിച്ചം കിട്ടാനാണ്. വാപ്പ മരിച്ചു ഖബറിലുണ്ട്, ഉമ്മ മരിച്ചു ഖബറിലുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ, നിങ്ങളെ ഉമ്മ ഞങ്ങളെ വാപ്പ എന്ത് സ്നേഹം തന്നിട്ടാണ് ഞങ്ങളെ പൊറ്റി വളർത്തിയത്. ആ വാപ്പയുടെ മഗ്ഫിറത്തിനാണ്, ആ ഉമ്മക്കുള്ള പ്രാർത്ഥനക്കാണ് ഇമാം പള്ളിയിൽ നിന്ന് ഫാത്തിഹ വിളിക്കുന്നത്. ആ സമയത്ത് എഴുന്നേറ്റ് ഓടുന്നു. പലരും അതാ ഹറാമുകളിലേക്ക് കടന്നു പോകുന്നു. ില്ലെങ്കിലും ബ്യുസി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവുകയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ. നമ്മുടെ നിസ്കാരം നിസ്കാരമാകുന്നുണ്ടോ? നമ്മുടെ അമലുകളാകുന്നുണ്ടോ? നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ആദ്യത്തെ ഷർത്താണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കണമെന്ന് പറയുന്നത്. ഇന്ന് ധരിക്കുന്ന ആധുനികമായ പാന്റുകളെ കുറിച്ച് വിശദീകരിച്ചാൽ, ഒന്ന് മൂത്രിക്കാൻ പോയി ടോയ്ലറ്റിൽ ഇരുന്നാൽ മൂത്രമൊഴിച്ചു ശുദ്ധീകരിക്കുമ്പോ ഈ പാന്റ് ടൈറ്റ് ഫിറ്റ് ആയതുകൊണ്ട് മൂത്രം പാന്റിലേക്കാകുന്നു, ശരീരത്തിലേക്കാകുന്നു. പിന്നെ വരുന്നു ഉളൂ ചെയ്യുന്നു. ഉളൂ കൃത്യമാണെങ്കിൽ പോലും ശരീരത്തിൽ നജസ്സുണ്ടോ? നിസ്കാരം സ്വീകാര്യമല്ല. നിസ്കാരത്തിന്റെ ആദ്യത്തെ ഷർത്താണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണമെന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഷർത്താണ് നജസ്സിൽ നിന്ന് ശുദ്ധിയാകണമെന്ന് പറഞ്ഞത്. നിസ്കരിക്കുന്നവന്റെ ശരീരം നജസ്സിൽ നിന്ന് ശുദ്ധിയാകണേ. നിസ്കരിക്കുന്ന സ്ഥലം അത് നജസ്സിൽ നിന്ന് ശുദ്ധിയാകണേ. നിസ്കരിക്കുന്നവൻ ധരിച്ച വസ്ത്രമുണ്ടല്ലോ, അത് നജസാണെങ്കിൽ അവന്റെ നിസ്കാരം സ്വീകാര്യമല്ല. ഇന്ന് ആധുനികമായി ധരിക്കുന്ന പുതിയ പുതിയ മോഡലുകളിലുള്ള പാന്റുകൾ, ഞാൻ പാന്റ് എന്ന സംവിധാനത്തെ ഞാനിവിടെ ബഹിഷ്കരിക്കാൻ കൽപ്പിക്കുകയല്ല, അതിന് വിരോധം കൽപ്പിക്കുകയല്ല. മുണ്ടിനേക്കാളും നല്ല സുരക്ഷിതമായ ഒരു വസ്ത്രമാണ് പാന്റ്. പക്ഷേ ഇന്ന് ഇറക്കുമതി ചെയ്യുന്ന ടൈറ്റ് ഫിറ്റുകൾ ധരിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ഔറത്തുകൾ വെളിവാകുന്നു.
നജസ്സുകൾ ശരീരത്തിലാകുന്നു, നജസ്സുകൾ പാന്റിലാകുന്നു. നജസ്സുള്ളതോടുകൂടെ വുളൂ ചെയ്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകാര്യമല്ല. എന്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് ഉമ്മമാർ ഈ സദസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെ മക്കളുടെ വസ്ത്രങ്ങൾ കഴുകുമ്പോ, നിങ്ങളെ ഭർത്താവിന്റെ വസ്ത്രങ്ങൾ കഴുകുമ്പോ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചുകൊണ്ട് മൂത്രമൊഴിച്ച കുട്ടിയെ നജസ്സായ വസ്ത്രം കൊണ്ടൊരു ബക്കറ്റിലിട്ടു. നിങ്ങളെ ഭർത്താവിന്റെ നല്ല വസ്ത്രവും കൊണ്ടുപോയി ബക്കറ്റിലിട്ടു. നിങ്ങളങ്ങനെ കഴുകിയതാ, വൃത്തിയാക്കി ആ രണ്ട് ഡ്രസ്സും അത് നജസ്സായി മാറിയിട്ടുണ്ട്. ഉസ്താദുമാരോട് ചോദിച്ചാൽ മനസ്സിലാകും, നജസ്സായ ഒരു വസ്ത്രമാണോ, ആ വസ്ത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടാകണം ആ വസ്ത്രം ശുദ്ധിയാക്കേണ്ടത്. 2 കൊല്ലത്തിനേക്കാൾ ഏകദേശം 198-200 ലിറ്റർ അടുത്ത് അതിനേക്കാൾ കുറവുള്ള വെള്ളമാണ് കുറഞ്ഞ വെള്ളം എന്ന് പറയുന്നത്. ആ വെള്ളത്തിൽ കൊണ്ടുപോയി നജസ്സായ വെള്ളം മുക്കി 100 തവണ മുകളോട്ടെടുത്താലും ആ വസ്ത്രം ശുദ്ധിയല്ല, മറിച്ച് ആ വെള്ളവും നജസ്സാകുന്നതാണ്. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ രൂപത്തിൽ വസ്ത്രങ്ങൾ കഴുകി ആ വസ്ത്രം ധരിച്ചു വരുമ്പോ, വുളൂ ചെയ്ത് നിസ്കരിക്കുമ്പോ, നിസ്കരിക്കുന്നവന്റെ ശരീരത്തിലുള്ള വസ്ത്രം, ഷർട്ട്, അത് നജസ്സിലുള്ള വസ്ത്രമാണ്. നിസ്കാരം സ്വീകാര്യമല്ല. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, പലപ്പോഴും നിസ്കരിക്കുമ്പോൾ, മുണ്ടുടുക്കുമ്പോൾ, പാന്റ് ധരിക്കുമ്പോൾ നെരിയാണിക്ക് താഴെ പാന്റ് ധരിക്കുന്നവനാണോ, നെരിയാണിക്ക് താഴെ തുണി ഉടുക്കുന്നവനാണോ, മുസ്ബിലുൻ നിസാറുഹു ഫിന്നാർ. 30-ലേറെ ഹദീസുകളിൽ ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്, നെരിയാണിക്ക് താഴെ വസ്ത്രം അഴിച്ചുവിടുന്നവൻ അവൻ നരകത്തിലേക്ക് പോകാൻ കാരണമാണെന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു വന്നത്, നിസ്കരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഷർത്തുകൾ